MyFin TV Malayalam presents Eat India മറ്റൊരു brand new episodeലേക്ക് സ്വാഗതം. Eat Indiaയിലെ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് MyFin TVയുടെ റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ ഹിമ ജോർജ് മാം ആണ്. മാം, വെൽക്കം. അപ്പോൾ മാം, വെൽക്കം ടു Eat India Eat. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഡിഷിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മൈഫിന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. മാം, എന്തൊക്കെയാണ് നമ്മുടെ മൈഫിന്റെ വിശേഷങ്ങളൊക്കെ? മൈഫിന്റെ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ നമ്മളിപ്പോ. അപ്പൊ അതിന്റെ മാർക്കറ്റിംഗും സെയിൽസും ഡൗൺലോഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര തിരക്കിലാണ്. എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നല്ല റെസ്പോൺസസ് ഒക്കെ ഉണ്ടോ? നല്ല റെസ്പോൺസസ് ഒക്കെയാണ്. ഡൗൺലോഡ്സ് ഒക്കെ ഒരുപാട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയിലും നമ്മുടെ ഈറ്റ് ഇന്ത്യ ഐറ്റിലേക്ക് വന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഡിഷ് എന്താണ്? ഇന്നത്തെ ഡിഷ് ഒരു പാസ്തയാണ്. പാസ്ത, അതായത് ചിക്കൻ ആൽഫ്രെഡോ പാസ്ത. ചിക്കൻ ആൽഫ്രെഡോ പാസ്ത ഒരു ഇറ്റാലിയൻ ഡിഷാണ്. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും ഏതെങ്കിലും ബാച്ചിലേഴ്സിനോ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചിക്കൻ. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പെനെ പാസ്തയാണ്. പെനെ പാസ്ത എന്തുവാ? പെനെ പാസ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിലിരിക്കുന്ന പാസ്ത. പാസ്ത തന്നെ പല ഷേപ്പിലൊക്കെ ഉണ്ട്. പെനെ പാസ്ത ഉണ്ട്, സ്പെഗറ്റി ഉണ്ട്. അത് ഓരോരോ ഡിഷസ്. നമുക്ക് ഇത് എല്ലാത്തിനും നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് പെനെ പാസ്ത. നമ്മുടെ ഈ പാസ്തയ്ക്ക് വേണ്ടത് ഈ ഷേപ്പാണ്. പിന്നെ നമുക്ക് പെപ്പർ, സോൾട്ട്, പിന്നെ നമുക്ക് ഗാർലിക് ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ കുറച്ചൊരു ഫ്ലേവർ ഒക്കെ തരുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് നമുക്ക് ചിക്കൻ ആദ്യം ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിടണം. അപ്പോൾ നമുക്ക് ബട്ടർ ഇടാം. പതിയെ ഇതിന്റെ ലൈറ്റ് ഫ്ലെയിം വെക്കാം. നമ്മളൊരു ബട്ടറിന്റെ ആ ഒരു ഫ്ലേവർ വരണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എത്ര ടീസ്പൂൺ വേണം? ഒരു 1.5 ടീസ്പൂൺ. നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 1.5 ടീസ്പൂൺ മതി. ഇങ്ങനെ കാണിച്ചാലാണ് ഒരു ഭംഗി വരുന്നത്. എങ്ങനെയാണ് മാം കുക്കിംഗ് ഒക്കെ പഠിച്ചത്? കുക്കിംഗ് ഒക്കെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഇതുപോലെ നമ്മുടെ ചാനലിലേക്ക് പോലെ നോക്കിയിട്ട് ഇപ്പൊ ഈസി അല്ലേ പഠിക്കാനായിട്ട്. ഇതും അങ്ങനെ ഒരു യൂട്യൂബ് റെസിപ്പി ആണോ? ആദ്യം ഇത് യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ് ചെയ്തത്. പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിനെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്തി ചെയ്തു. അപ്പൊ നമ്മളിനി ചിക്കന്റെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും മാത്രമാണ് ഇടുന്നുള്ളൂ. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പും കുരുമുളകും. ഇതിപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കിത് സോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് വെക്കാം. അല്ലാതെ നമുക്ക് പെട്ടെന്ന് നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കി ഹാഫ് ആൻ അവർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പൊ ചിക്കൻ ഇതുപോലെ ബ്രസ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഗാർലിക്കും അതിൻ്റെ അകത്തേക്ക്. ആ ഗാർലിക് ഇടുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പതിയെ ചിക്കൻ ഇതിലേക്ക് ഇടുന്നു. ചിക്കൻ പെട്ടെന്നാവും. നമുക്കൊരു 5 മിനിറ്റ്സ് ഇതിലേക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഓൾറെഡി റെഡിയാവും. ഇതിൽ നമുക്ക് ബട്ടറിന് പകരം നമുക്ക് ഒലിവ് ഓയിലും കൂടി ഇടാം വേണമെങ്കിൽ, ഡിപ്പെൻസ്. മാം, അപ്പൊ ഈ ചിക്കൻ റെഡി ആവുന്ന ഈ ടൈമിൽ നമ്മുടെ മൈഫിൻ ടിവിയുടെ ആപ്പ് ഇല്ലേ, നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷകരുടെ അടുത്ത് ഒന്ന് പങ്കുവയ്ക്കാം. മൈഫിൻ ടിവി ബേസിക്കലി ഒരു ബിസിനസ് മീഡിയ ചാനലാണ് മലയാളത്തിൽ. ഇതുവരെ അങ്ങനെ ഒരു സംരംഭം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ബിസിനസ് മീഡിയ ചാനലാണ് മലയാളത്തിന്റെ. ഒരു എന്താ പറയാ, ഒരു CNN-ന്റെ ഒക്കെ ഒരു മലയാളം വേർഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ തന്നെ നമ്മൾ എല്ലാവരേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. OTT എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള ചാനലുകൾ പോലെ തന്നെ നമുക്കിത് നമ്മുടെ മൊബൈലിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടിവിയിൽ, സ്മാർട്ട് ടിവിയിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ മാം, നമ്മുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് ഒരു ഉപകാരമുള്ളത്? മൈഫിൻ ടിവിയുടെ ഈ ആപ്പിൽ നമ്മൾ ബേസിക്കലി എല്ലാ ബിസിനസ് ന്യൂസുകൾ, അതായത് ഡെയിലി വരുന്ന അപ്ഡേറ്റ്സുകൾ, ന്യൂസുകൾ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ്, നമ്മുടെ ചാനലിൽ വരുന്ന അതായത് ഒരു സംരംഭം തുടങ്ങുന്നതിന് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. രണ്ടാമതായിട്ട് ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ അത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ബിസിനസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ആപ്പാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വണ്ടിയുടെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു ഇന്റീരിയർ ഡിസൈനിങ്, അല്ലെങ്കിൽ ഒരു വീട്, ഒരു കാറ് വാങ്ങിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഗവൺമെന്റിന്റെ സ്കീമുകളെ കുറിച്ച്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ ഈ ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കണ്ണിക, ഇതിലിപ്പോൾ ഒരു പേഴ്സണൽ ഫിനാൻസിന്റെ ഒരു സെഗ്മെന്റ് ഉണ്ട് നമുക്ക്. ഈ പേഴ്സണൽ ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ബാങ്കിങ്
ഇവൻ ഒരു മിനിമം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരാളുടെ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരാളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുവാണെങ്കിൽ ഏതൊരു ഇപ്പോൾ പെൻഷൻ ആണെങ്കിൽ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ബാങ്കിൽ FD ഇടുവാണെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ടിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമ്മുടെ ഒരാളുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഏജൻസിനെയാണല്ലേ, ഇപ്പോൾ ഇൻഷുറൻസ് ഏജൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഏജൻസിനെയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇവർ പറയുന്ന എല്ലാ അഡ്വൈസും നമുക്ക് എടുക്കാം, പ്രൊവൈഡഡ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു ആപ്പിൽ കൂടെ നമുക്ക് ലഭിക്കും. നമ്മുടെ ചിക്കൻ എന്താ ഇപ്പൊ ലാസ്റ്റത്തെ ഭാഗങ്ങളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് പാസ്തയും കൂടെ ഞാൻ പാരലലി പാസ്തയും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കാണ്. കാരണം നമ്മൾ അരമണിക്കൂർ മാക്സിമം 20 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു പാസ്തയാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ അത്രയും സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കണമല്ലോ. അതിന് ഒരു 1 കപ്പ് പാസ്തയാണെങ്കിൽ അതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ വേവും. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ആവും. പിന്നെ നമുക്ക് ഇതിൽ കാണിക്കാത്ത നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്രഷ് ക്രീം വേണം നമുക്കിതിൽ, അല്ലെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം. പക്ഷെ ഫ്രഷ് ക്രീം എന്ന് വെച്ചാൽ നമ്മുടെ പാസ്തയിൽ കണ്ടിട്ടില്ലേ നന്നായിട്ട് ഒരു ക്രീമി ഒരു ഫിനിഷ് വേണം. നമുക്ക് 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പാലും കോൺഫ്ലോറും കൂടി ഉപയോഗിക്കാം. അപ്പൊ ഈസി വേ ഔട്ട്. ഇത് നമ്മളൊരു ബാച്ചിലേഴ്സ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് നമുക്കിതിൽ ഫ്രഷ് ക്രീം നോക്കാം. പക്ഷെ ഹെൽത്തി കുറച്ചും കൂടെ പാല് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോ എത്ര നേരം എടുക്കും ഈ ഒരു പാസ്ത റെഡി ആയി വരാനായിട്ട്? ഒരു 5 മിനിറ്റ്സ്. കണ്ണിയാ ഈ ചിക്കൻ റെഡി ആവുന്ന ഗ്യാപ്പില് ഒരു പാട്ട് പാടിയാലോ? ഓഫീസിലൊക്കെ ഇരുന്ന് പാടുന്നേക്കാലോ? അത് ഓഫീസിലില്ല, പാട്ട് പാടി പ്രേക്ഷകരെ പേടിപ്പിക്കണോ? നമ്മുടെ ഓഫീസിലുള്ളവരെ പേടിപ്പിച്ചാൽ ഞങ്ങൾ മാത്രം അനുഭവിച്ചാ പോരല്ലോ. ഒരു പാട്ടിൻ കാറ്റിൽ കുളിരാമ്പൽ കോട്ടിൽ മണിമണിയിൽ മുകിലായി നീ ഉണരൂ, സ്വപ്നം കാണും മുകിൽ കാറ്റായി നിൽക്കേ മാത്രം നിറയെ, അത് സ്വപ്നം കാണും മുകിൽ കാറ്റായി നിൽക്കേ മാത്രം നിറയെ. ആരും യൂട്യൂബ് ഓഫ് ചെയ്തിട്ട് പോകാൻ. കണ്ണിക്ക് പാട്ടിന്റെ കൂടെ ഒരുപാട് മറ്റേ എക്സ്പ്രഷനും ഉണ്ട്. സിനിമ കാണുന്ന പോലെ പോയി. നമുക്ക് ചിക്കൻ ചെയ്യാണ്ടായി, നമുക്കത് മാറ്റി. ഈ ഒരു പാകമാണോ ഇഷ്ടം? വേണമെങ്കിൽ കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാം. അതോ ബ്രൗണിഷ് ആവണോ? അതെങ്ങനെ? എനിക്ക് അതിന്റെ പാകം അറിയത്തില്ല കേട്ടോ. പാകം എന്ന് വെച്ചാൽ ചിക്കൻ വെന്താൽ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ടേസ്റ്റിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഇപ്പം കുറച്ചും കൂടെ ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല, ചില ഡിഷസ് കാണത്തില്ല ഗോൾഡൻ ബ്രൗൺ ആക്കി. അതിന് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും കോൺഫ്ലോറോ എന്തെങ്കിലും ചേർക്കുവാണെങ്കിൽ അത് എന്ന് വെച്ചാൽ അതിനെ കോൺഫ്ലോർ വെച്ചിട്ട് നമ്മൾ പൗഡർ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് കളറാവും. ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ജസ്റ്റ് ബട്ടറും ഗാർലിക്കും പിന്നെ പെപ്പറും സോൾട്ടും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് റെഡിയായോ നമ്മുടെ പാസ്ത? ഇല്ല, എന്ത് പാസ്തയായിരുന്നു? പെന്നെ പാസ്ത. നമുക്കപ്പോ ചിക്കൻ ഏകദേശം റെഡിയായി. നമുക്ക് ചിക്കൻ ഇതിലേക്ക് മാറ്റാം, ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇത് നമുക്ക് ഈ ബട്ടർ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഈ പാസ്തയുടെ ഉണ്ടാക്കാനായിട്ട് നെക്സ്റ്റ് ലെവലിൽ നമുക്ക് വീണ്ടും ബട്ടർ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഉപയോഗിക്കാം. നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാസ്ത വെന്തോ ഇല്ലെന്ന് അറിയാന്ന് വെച്ചാൽ ഞാൻ അറ്റത്തുള്ള ആ ഒരു ഹോളിന്റെ സൈഡിലില്ലേ അവിടെ ഇത്തിരി ഒരു വൈറ്റിഷ് കളർ വരും. അപ്പോഴാണ് മനസ്സിലാവുക. ആ സ്പൂൺ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ബട്ടർ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇത്തിരി കഴിയുമ്പോൾ ഇവിടെ മാത്രം ഒരു വൈറ്റിഷ് കളർ പോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് പാസ്ത വേവും. 2 മിനിറ്റ്സ് കൂടെ മതി. പിന്നെ സാധാരണ നമ്മൾ ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ചൊരു എണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇതൊക്കെ ടിപ്സ് ആണ്, നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാത്തതാണ്. ലൈഫിന്റെ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ ഇടുവാണ്, അല്ലെങ്കിൽ അവസാനം നമുക്ക് ആ ഉപ്പിൻ്റെ ഒരു വ്യത്യാസം വരും. ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയോ കർണിയക്ക്? ചായ അതും എനിക്കറിയാം. ചോറ് ചേച്ചി മൈഫിന്റെ പിന്നെന്താ നമ്മുടെ മീൻ വറുക്കാൻ, ഫിഷ് ഫ്രൈ ഇല്ല പറ. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും.
അപ്പൊ ആ പാടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം. ഓംലെറ്റ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ അറിയാം. ഓ, ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം. മാഗി. അതെ. ഓക്കെ, സത്യസന്ധമായിട്ട് പറയാൻ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. അത് ഇത് മതി, നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങൾ ഏതാണ്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഏകദേശം പാസ്ത റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് വരാം. പാസ്ത നമ്മളിപ്പോ സ്ട്രെയിൻ ചെയ്തിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. പാസ്തയുടെ ലാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിന് നമുക്ക് ഗാർലിക് നമുക്ക് കുനുകുനാന്ന് അരിയണം. കുനുകുനാന്ന് അരിയണം. എന്നിട്ട് ഗാർലിക് കുറച്ച് കൂടുതൽ എടുക്കുക. അതിന്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഗാർലിക്കിന്റെ ഒരു ഫ്ലേവർ കാക്കിയിട്ടണം നമുക്ക്. പിന്നെ ഈ ഗാർലിക്ക് പൊളിക്കാനൊക്കെ ഉള്ള ഡിഫിക്കൽട്ടി കാരണമാണ് പ്രശ്നം. ഒന്ന് ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ആൾക്കാരാണെങ്കിൽ നമുക്ക് പൊളിച്ച് വെച്ച ഗാർലിക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു സാധനമുണ്ട്, പ്രീമിയം ഗാർലിക്. വലിയ ഗാർലിക്കാണ്. അപ്പം കണ്ടിട്ടുണ്ടോ അത്? വലിയ എനിക്ക് പറഞ്ഞ ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ ആ ഗാർലിക്ക് ആകുമ്പോഴത്തേക്ക് 2-3 അല്ലി മതി, പെട്ടെന്ന് പൊളിക്കാനും പറ്റും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. സോ നമുക്ക് ഇപ്പം ഇത്രേ എടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഗാർലിക്. ഓക്കെ, ഗാർലിക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ട് കുറച്ച് വെച്ചിരുന്ന ബട്ടർ ബാക്കിയുള്ളൊരു അല്ല കുറച്ചും കൂടി ഇടാം. ഓക്കെ, അപ്പം നമ്മൾ ഭയങ്കര പ്രോ കുക്കേഴ്സായി മാറുന്നു. ചേച്ചി. ഓക്കെ, സോ ഗാർലിക് ഒന്ന് സോട്ട് ചെയ്യുന്നു. മണം വരും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഞാൻ പറയാം, ഇത് ഭയങ്കര ഈസിയായി. ഇപ്പൊ ചിക്കനൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മണം വരുന്നുണ്ടോ. പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ ഡയറ്റ് ഒക്കെ ചെയ്യുമ്പം സാലഡിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചിക്കനാണ്. മണം വരുന്നില്ലേ? നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഫ്രഷ് ക്രീം ഇടണ്ട. നമുക്ക് ആദ്യം പാസ്തയും കൂടെ ഇട്ടിട്ട് ഫ്രഷ് ക്രീം ലാസ്റ്റ് ഇടാം. പാസ്ത ഇട്ടോ. മണം വരുന്നുണ്ടോ? നല്ല മണം വരുന്നുണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം. ഇതല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാം. ഇനി ആ ഫ്രഷ് ക്രീം ഇതിനകത്തേക്ക് ഇട്ടോളൂ. എന്തോരം ഇടണം? ഇട്ടോ, ഞാൻ പറയാം. ഇനി കുറച്ചുകൂടെ ഉപ്പ് ഇതിനകത്തേക്ക് ഇടണം. അപ്പം ഇതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന സ്വാദിഷ്ടമായ പാസ്ത റെഡി. കുറച്ചുകൂടെ നമുക്ക് ഇതുപോലെ സോസ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പാലും കൂടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ക്രീം ഇടാം. പിന്നെ ക്രീം കൂടുതൽ ഇടുമ്പോൾ അത്ര ഹെൽത്തി അല്ല, അപ്പം അതുകൊണ്ട് അത് നോക്കാം. സോ ക്രീം ഇടാം, അത് മുഴുവൻ നമ്മൾ തിരിച്ചിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിവിടെ കുറച്ച് താഴേക്ക് പോയി നമുക്ക് തുടയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പാസ്ത, ഈസി പാസ്ത റെഡിയായി. ഇത് നമുക്ക് ഏകദേശം എത്രയാ, ഒരു കടയിൽ പോയി ഒരു ആൽഫ്രെഡോ പാസ്ത വാങ്ങിക്കുന്നതിന് ഒരു 350 റുപ്പീസ് ഒക്കെ ആവും. നമുക്കിത് വീട്ടിലൊരു 50 റുപ്പീസിന് പോട്ടെ, 100 രൂപയ്ക്ക് മാക്സിമം 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും. നമുക്കിതെന്നാ ബൗളിലേക്ക് മാറ്റിയാലോ? പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ്ഡ് ഹെർബ്സ് ഒക്കെ വേണമെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പൊ നമുക്കിത് ബൗൾ ചെയ്യാം. സൂപ്പർ ആട്ടോ, അത് രക്ഷയില്ല. കറിനേക്ക് തരാം. ചൂട് കാരണം ഉണ്ണാക്ക് പൊള്ളി. ഉപ്പുണ്ടോ? ഉണ്ടോ? അടിപൊളി. സൂപ്പറാണോ? സൂപ്പർ. ഉള്ളിന്ന് വരുന്നതാണോ? ഉള്ളിന്ന് ഞാൻ ഉള്ളിന്നൊന്നും കഴിച്ചിട്ട് ടേസ്റ്റ് ആയിരുന്നു, ഉള്ളിന്ന് വരാതിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആക്ച്വലി ചിക്കൻ കൂട്ടി വേണം. ഞാൻ തന്നെ കഴിക്കത്തില്ല. ഇത്ര വേണ്ട, ചൂടായിരിക്കും. ഒരു ചൂടില്ല. അപ്പൊ മാം, നമ്മുടെ ഈറ്റിൽ വന്ന ഇതുപോലത്തെ ഒരു കിണ്ണം കാച്ച സാധനം ഉണ്ടാക്കി തന്നെ. കിണ്ണം കാച്ചതല്ല, പാസ്ത, ഇറ്റാലിയൻ പാസ്ത. എന്നെ അവിടെ അപമാനിച്ചു ഗൈസ്. ഓക്കെ, അപ്പൊ പാസ്ത ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദി. ഇനിയും വിളിച്ചാൽ വരുമല്ലോ, ഞാൻ ഇനിയും വിളിക്കും. ഓക്കെ, വരണം. നീ വലിച്ചഴിച്ചോണ്ടിരും.
നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരോട് മൈഫിൻ ആപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? എല്ലാവരും മൈഫിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്തായാലും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ നമ്മള്. നമ്മുടെ പേഴ്സണൽ ഫിനാൻസും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പുതിയൊരു സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് മൈഫിൻ ആപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടും. MyFin TV. Download the app now.